ഹലോ ഡിയേഴ്സ്, ഏർണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഔട്ടാണ്. ജൂൺ 12 എക്സാം. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഈ വർഷം പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് നമ്മുടെ CFSO. ലാസ്റ്റ് 2021 കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4 years ആയി നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതാണ് CFSO എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഫുഡ് ടെക്നോളജിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. കാരണം കുറേയധികം കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുഡ് ടെക്നോളജി പഠിച്ചവർക്ക് മാത്രമല്ല, മൈക്രോബയോളജി ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്. ഇപ്പോൾ CFSOൻ്റെ കേസിലാണെങ്കിൽ മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ഹോർട്ടിക്കൾച്ചർ ഇതിലെല്ലാം ഡിഗ്രി എടുത്തവർക്ക്, ഈവൻ മെഡിസിൻ, അതേപോലെ വെറ്റിനറി സയൻസ് ഇതിലെല്ലാം ഡിഗ്രി എടുത്തവർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സംശയമാണ് നമുക്ക് ഇതിന് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് എക്സാമിനേഷൻസിനും വേണ്ടി വളരെ യൂസ്ഫുൾ ആകുന്ന, എന്നാൽ വലിയ ടഫ് ഇല്ലാത്ത, അതായത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലാത്ത ഫുഡ് ടെക്നോളജീനെ പറ്റിയിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി ആൻഡ് പ്രിസർവേഷൻ ആണ്. അതിൽ എന്താണ് നമ്മുടെ ഫുഡിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഫുഡിന് സ്പോയിലേജും കാര്യങ്ങളും വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതേപോലെ ഫുഡിനകത്തുള്ള കുറച്ച് GK ജനറൽ അവയർനെസ്, അതേപോലെ തന്നെ ജനറൽ നോളജും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവർക്കും സ്വാഗതം പറയണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എന്താണ് ഫുഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. ഫുഡ് പ്രോസസ്സിംഗ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇൻ ടു ഫുഡ് ഓർ ഓഫ് വൺ ഫോം ഓഫ് ഫുഡ് ഇൻ ടു അതർ ഫോം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, നമുക്കറിയാം എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് ഒരു റോ മെറ്റീരിയൽസിൽ നിന്നാണ്. എല്ലാ ഫുഡിനും ഒരു റോ മെറ്റീരിയൽ, ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നമുക്ക് വേണം. അതിൽ നിന്നാണ് ഫുഡിനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിംപ്ലി ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ ഫുഡിൻ്റെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു ഈ മെനി ഫോംസ് ഓഫ് ദ പ്രോസസ്സിംഗ് ഫുഡ്സ്, അതായത് ഫുഡിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പല ഫോംസുകളുണ്ട്. അതായത് ഓരോ ഇൻഡസ്ട്രീസിലും ഓരോ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഏത് ഇൻഡസ്ട്രിയിൽ ഏത് ടൈപ്പ് ഓഫ് ഫുഡാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ അനുസരിച്ചിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. സോ ദ മെനി ഫോംസ് ഓഫ് പ്രോസസ്സിംഗ് ഫുഡ്, grinding grain to make raw flour, to home cooking, to complex industrial method used to make convenience food. അങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് നമ്മുടെ റോ മെറ്റീരിയൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്, നമ്മുടെ കേരള കൾച്ചർ അനുസരിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന യൂസ് ചെയ്യുന്ന റോ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ റൈസ് ഫ്ലോർ ആയിക്കോട്ടെ, വോട്ട് എവർ ഇറ്റ് ഈസ്, ആ റോ ഫ്ലവർ നമ്മൾ എങ്ങനെയാണ് ആദ്യം ഉണ്ടാക്കുക, അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്കറിയാം, ഇപ്പോൾ റൈസ് ആണെങ്കിൽ റൈസ് ആയതിനു ശേഷം അതിനെ ഫ്ലവർ ആക്കിയിട്ട് നമ്മുടെ ഹോം കുക്കിംഗ് രീതിയിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഫുഡിനെ മാറ്റിയെടുക്കണം. കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുവഴി നമ്മൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് വഴി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റെഡ്യൂസിങ് ദ ഫുഡ് വേസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ദ ഫുഡ് പ്രിസർവേഷൻ, thus reducing the total environmental impact of agriculture and improving the food security. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. ഇതിങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുള്ളതുമാണ്. ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ, ടോട്ടൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇംപ്രൂവിങ് ദ ഫുഡ് സെക്യൂരിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫുഡിൻ്റെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഫുഡ് സെക്യൂരിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് നമുക്ക് നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അതേ വഴി തന്നെ നമുക്ക് ഫുഡിൻ്റെ പ്രിസർവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. അതേപോലെ നമ്മുടെ ഈ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് വഴി നമുക്ക് അഗ്രികൾച്ചറിലുള്ള ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്ട്, ടോട്ടൽ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് 3 ചേഞ്ചസ് ആണ്. ഒരു റോ ഇൻഗ്രീഡിയൻറ്റിനെ നമുക്കൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ അതിനകത്ത് 3 ചേഞ്ചസ് പറയുന്നുണ്ട്. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ചേഞ്ചസ്. അങ്ങനെയാണ് നമുക്കൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടാം. അതിനു വേണ്ടി, ഈ പ്രോസസ്സിന് വേണ്ടി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. പ്രിവെന്റിങ് സ്പോയിലേജ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഷെൽഫ് ലൈഫ്. രണ്ടാമത്തെയാണ് നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. എൻഷുറിംഗ് ഫുഡ് ഇസ് ഫ്രീ ഫ്രം പാത്തോജൻസ് ആൻഡ് കണ്ടാമിനൻസ്. മൂന്നാമത്തെ കൺവീനിയൻസ്, റെഡ്യൂസിങ് പ്രിപ്പറേഷൻ ടൈം ഫോർ കൺസ്യൂമേഴ്സ്. ആൻഡ് നാലാമത്തെയാണ് ഇക്കണോമിക് വാല്യൂ, ആഡിങ് വാല്യൂ ടു റോ മെറ്റീരിയൽ ഫോർ ഹയർ പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക്
മൂന്ന് തരത്തിലുള്ള ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക്, ഒരു റോ ഇൻഗ്രീഡിയന്റിൽ നിന്ന് ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ ഒരു ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് വരുന്ന 3 ചേഞ്ചസ് ആണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള 4 ആൾക്കാരെയാണ് പറഞ്ഞത്: പ്രിസർവേഷൻ, സേഫ്റ്റി, കൺവീനിയൻസ് ആൻഡ് ഇക്കണോമിക് വാല്യൂ. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് നമുക്ക് നോക്കാം. എന്തിനാണ് നമ്മൾ ഒരു ഫുഡിനെ പ്രോസസ്സിങ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ പഴയ കാലങ്ങളിൽ, പണ്ടത്തെ കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസും അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒരുപാട് കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഫുഡ് പ്രോസസ്സിങ്ങിന്റെ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡ് സെക്യൂരിറ്റി നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റീനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ഈ ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യം പ്രിസർവ് ഫ്രഷ്നെസ്, അതായത് ഫുഡിന്റെ നാച്ചുറൽ ക്വാളിറ്റി എന്താണോ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇംപ്രൂവ് എഡിബിലിറ്റി, കൺവേർട്ട് the raw food into form that are easier to digest and consume. എഡിബിലിറ്റി നമുക്ക് കൂട്ടണം, അതായത് നമുക്ക് ഡൈജസ്റ്റബിൾ ആകുന്ന രീതിയിൽ, നമുക്ക് വളരെ ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ റോ ആയിട്ടുള്ള ഫുഡിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തേതാണ് എൻഹാൻസ് ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ. നമുക്കറിയാം കൺസ്യൂമേഴ്സിന്റെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭക്ഷണത്തിന്റെ ഒരു മണം നോക്കിയിട്ടാണ്, അല്ലെ, സ്മെല്ല് നോക്കിയിട്ടും ടെക്സ്ചർ നോക്കിയിട്ടാണ് കൺസ്യൂമർ ആക്സെപ്റ്റബിലിറ്റി ഇരിക്കുന്നത്. സോ ടു എൻഹാൻസ് ദ ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ, അതാണ് അതിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ന്യൂട്രീഷണൽ വാല്യൂ ബൈ ആഡിങ് വൈറ്റമിൻസ്, മിനറൽസ് ഓർ അതർ ന്യൂട്രിയൻസ്. അത് നമ്മൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ എപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന വേറൊന്നാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ടേമും. അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡിനകത്ത് നമ്മൾ അതിന്റെ വൈറ്റമിൻസും അതിന്റെ മിനറൽസും അതിന്റെ ന്യൂട്രിയൻസും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേം. അടുത്തതാണ് റെഡ്യൂസ് വേസ്റ്റ്, യൂട്ടിലൈസ് ഓൾ പാർട്ട് ഓഫ് റോ ഇൻഗ്രീഡിയൻസ് ആൻഡ് റെഡ്യൂസിങ് ദ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. അതാണ് ഇതിലെ അഞ്ചാമത്തെ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ മീറ്റ് കൺസ്യൂമർ ഡിമാൻഡ്, കാറ്റർ ടു ഡയറ്ററി പ്രിഫറൻസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചോയ്സസ്. അതായത് നമ്മുടെ ഡയറ്ററി പ്രിഫറൻസിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ ആ രീതിയിലേക്ക് ഓരോ ഇൻഡിവിജ്വലിനും അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഫുഡ് ഐറ്റം, അത് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് എന്താണോ അത് മീറ്റ് ചെയ്യലാണ് ഇതിന്റെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പ്രോസസ്സിങ് ഞാൻ പറഞ്ഞു, ഫുഡ് പ്രോസസ്സിങ് ഞാൻ പറഞ്ഞു, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അല്ലെ, അതിനെ നമ്മൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് റിഡക്ഷൻ ചെയ്യണം. ഈ ഒരു ടേംസിലെല്ലാം വരുന്നതാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുമ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ ടേംസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫുഡ് പ്രോസസ്സിങ്ങിനെ നമ്മൾ ലെവൽ ഓഫ് പ്രോസസ്സിങ് അനുസരിച്ചും അതേപോലെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ചും ഇതിനെ 3 രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്നാണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സിങ്, അടുത്തതാണ് സെക്കൻഡറി പ്രോസസ്സിങ്, പിന്നെയാണ് ടെറിഷറി പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അതായത് ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട്, അതായത് അഗ്രികൾച്ചറിൽ നിന്നും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന നമ്മുടെ റോ ആയിട്ടുള്ള, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഒരു പ്രോസസ്സിങ്ങും ചെയ്തിട്ടില്ല, നമ്മുടെ റോ ആയിട്ടുള്ള മെറ്റീരിയലിനെ നമുക്ക് കൺസ്യൂമബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് 3 തരത്തിലുള്ള പ്രോസസ്സിങ് സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സിങ് എന്ന് പറയുന്നത്. പ്രൈമറി പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കൊടുത്ത് നമ്മുടെ റോ ഫുഡ് മെറ്റീരിയൽസിന് നമ്മൾ കൺസെപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിങ്ങിലേക്ക് കടത്തി വിടുവാൻ വേണ്ടി വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് കൊടുക്കുന്ന, ഓപ്പറേഷൻസ് കൊടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോറേജ് ചെയ്യാനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും അതേപോലെ കുക്കിംഗ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മൾ വീടുകളിലും ഈ ഒരു പ്രൈമറി പ്രോസസ്സിംഗ്
നമ്മൾ ചെയ്യുന്നുണ്ട്. നോർമലായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റോ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രൈമറി പ്രോസസ്സിംഗ് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും. അതായത് ക്ലീനിങ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, സോർട്ടിംഗ് ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് മില്ലിംഗ് ഓഫ് ദ ഗ്രെയിൻസ് ഇൻ ടു ഫ്ലവർ. ഫ്ലവറിലേക്ക് ഗ്രെയിൻസിനെ മില്ലിംഗ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോ ഇൻഗ്രീഡിയൻറ്റിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിംഗിലേക്ക് കടത്തി വിടുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് കൺവേർട്സ് raw or minimally processed food ingredients into edible products by combining them with other ingredients or applying advanced technique. നമ്മൾ എന്തെങ്കിലും ഒക്കെ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് റോ ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമലി പ്രോസസ്ഡ് ആയിട്ടുള്ള, അതായത് ക്ലീൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഫുഡ് ഇൻഗ്രീഡിയൻറ്റിനെ, ഈ മിനിമലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഇൻഗ്രീഡിയൻറ്റിനെ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് അവിടെ അതിൻ്റെ പാലറ്റബിലിറ്റി, അതായത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് പാലറ്റബിലിറ്റി എന്ന് പറയുന്നത്. കൺസെപ്ഷൻ, അതാണ് പാലറ്റബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ ഓഫ് ദ ഫുഡ്, അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ബേക്കിംഗ് ദ ബ്രെഡ് ഫ്രം ഫ്ലവർ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ റോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വീറ്റിനെ മില്ലിംഗ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡറി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലവർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ബ്രെഡിനെ ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഫെർമെന്റിംഗ് മിൽക്ക് ടു പ്രൊഡ്യൂസ് യോഗർട്ട് ഓർ ചീസ്. മിൽക്ക് നമുക്കറിയാം, മിൽക്കിൽ ഒരു സെറ്റ് ഓഫ് ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് നമ്മൾ ചെയ്യുന്നു. അതാണ് പ്രൈമറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതിനുശേഷം ഏത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് വേണ്ടത് ആ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ മിൽക്കിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് നമ്മുടെ ടെർഷറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈലി പ്രോസസ്ഡ് ആൻഡ് റെഡി ടു ഈറ്റ് ഓർ കൺവീനിയൻസ് ഫുഡ് പ്രൊഡക്റ്റ്. ഇവിടെ ഈ ഒരു പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ ഷോപ്സ് നോക്കാം, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യണം ഫുഡിന്, അല്ലേ? അതായത് നമുക്ക് കൺസപ്ഷന് വേണ്ടിയിട്ട് ആ ഫുഡ് ഇറ്റ് ഈസ് റെഡി. ആ ഒരു ഫോമിലെയാണ് നമ്മൾ ടെർഷറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഹൈലി പ്രോസസ്ഡ് ആൻഡ് റെഡി ടു ഈറ്റ് ഓർ കൺവീനിയൻസ് ഫുഡ് പ്രൊഡക്റ്റ്, അതാണ് നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് എന്താണ്, പാക്കേജിങ് എന്താണ്, റെഡി കൺസെപ്ഷൻ, അതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റെഡി ടു ഈറ്റ് ഫ്രോസൺ മീൽ, സ്നാക്ക് ഫുഡ്, ലൈക്ക് നമ്മളിപ്പോൾ നോർമലി റെഗുലറായിട്ട് നമ്മൾ ഷോപ്സിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റ്സ്, കാൻഡി, ചിപ്സ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ടെർഷറി പ്രോസസ്സിംഗ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ 3 രീതിയിലുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ലെവൽ ഓഫ് പ്രോസസ്സിംഗ് അനുസരിച്ചും അതേപോലെ നമ്മൾ ഏത് ടെക്നോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചും നമ്മൾ ഈ ഫുഡിൻ്റെ പ്രോസസ്സിങ്ങിലെ ക്ലാസിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി അനുസരിച്ച് ആദ്യത്തെ നിങ്ങൾക്കറിയാം മെക്കാനിക്കൽ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ കട്ടിംഗ്, ഗ്രൈൻഡിങ്, ഷ്രെഡിങ് ഓർ ബ്ലെൻഡിങ് ഫുഡ്, അതാണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് വരുന്നതാണ് തെർമൽ പ്രോസസ്സിംഗ്. ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ലൈക്ക് പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ബ്ലാഞ്ചിങ് ആൻഡ് ബേക്കിംഗ്, അതാണ് തെർമൽ പ്രോസസ്സിംഗ്. അതായത് ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് നോൺ തെർമൽ പ്രോസസ്സിംഗ്, അതായത് ടെമ്പറേച്ചർ ഉപയോഗിക്കാത്ത ഇപ്പോൾ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രീസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേണൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഹൈ പ്രഷർ പ്രോസസ്സിംഗ്, അൾട്രാസോണിക്കേഷൻ ആൻഡ് പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. പിന്നീട് നമുക്ക് വരുന്നത് കെമിക്കൽ പ്രോസസ്സിംഗ് ആണ്. യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ്, എസ്റ്റിഫിക്കേഷൻ, എൻസൈമാറ്റിക് ട്രീറ്റ്മെന്റ്. ബയോളജിക്കൽ പ്രോസസ്സിംഗിൽ വരുന്നതാണ് ഫെർമെന്റേഷൻ ആൻഡ് എൻസൈം ബേസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഈ ഇതിലിപ്പോൾ തന്നിരിക്കുന്ന 5 ടെക്നോളജീസും നമ്മൾ ലെവൽ ഓഫ് നമ്മൾ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചാണ്. മെക്കാനിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക് ഉണ്ട്, തെർമലി കൊടുക്കുന്നുണ്ട്, നോൺ തെർമലി കൊടുക്കുന്നുണ്ട്, കെമിക്കലി കൊടുക്കുന്നുണ്ട്, ആൻഡ് ബയോളജിക്കൽ എൻസൈംസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സിംഗും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് classification are based on technology. അപ്പോൾ നമുക്ക് ഫുഡ് പ്രിസർവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഫുഡ് പ്രോസസ്സിംഗ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്? ഫുഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡിന് പ്രിസർവേഷൻ ചെയ്യണം. എന്താണ് ഫുഡ് പ്രിസർവേഷൻ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു പ്രൊട്ടക്ട് ഫുഡ് ഫ്രം അൺവാണ്ടഡ് മൈക്രോബിയൽ ഗ്രോത്ത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബിയൽ ആയിട്ടുള്ള ഗ്രോത്തിനെ എല്ലാം നമുക്ക് തടയണം. അത് നമുക്ക് പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുഡിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ ഒരു കണ്ടീഷൻസ് ആണ് നമ്മുടെ പ്രിസർവേറ്റീവ് കണ്ടീഷൻസും ആ ഒരു ഫിനോമിനയാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് പ്രിസർവേഷൻ എന്തിനാണ് ചെയ്യുന്നത്?
ഡൺ ടു പ്രിസർവ് ഫുഡ് ഫോർ ലോങ്ങർ ടൈം അല്ലെ. ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മൾ ഫുഡ് പ്രിസർവേഷൻ ചെയ്യുന്നത് തന്നെ നമ്മൾ പ്രോസസ്സിങ് ചെയ്തിട്ടുള്ള ഫുഡിനെ ഒരു നിശ്ചിത പരിധി വരെ, അത് ഓരോ ഫുഡിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈം വരെ നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യാനാണ്. അതേപോലെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യണം, പാത്തോജൻസ് നമുക്ക് കില്ല് ചെയ്യണം, അതേപോലെ ടു മിനിമൈസ് ദ ഫുഡ് സ്പോയിലേജ് ആൻഡ് ഫുഡ് പോയ്സണിങ്. അതേപോലെ എന്താണ് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്, അതിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ ഞാൻ പറഞ്ഞു, അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോബിയൽ ഗ്രോത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് നമ്മുടെ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഓഫ് കോഴ്സ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനും അതേവഴി ആ ഒരു ഫുഡിനെ ലോങ്ങർ ടൈമിലേക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് പ്രിസർവേഷൻ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയുണ്ട്. നമ്മുടെ PFA അനുസരിച്ച് അക്കോർഡിംഗ് ടു പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 ആക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതേപോലെ തന്നെ FSSA അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് സ്റ്റാൻഡേർഡ് ആൻഡ് സേഫ്റ്റി ആക്ട് ഓഫ് 2006 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ a substance which added to food is capable of inhibiting, retarding or arresting the process of fermentation, acidification or other decomposition of the food. അതായത് നമ്മുടെ ഫുഡിനകത്തേക്ക് നമ്മളൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫുഡിനകത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള ചേഞ്ചസും, അതായത് ഫെർമെൻറ്റേഷൻ, ആസിഡിഫിക്കേഷൻ, അതേപോലെ ഫുഡിൻ്റെ ഡിക്കമ്പോസിഷൻ, ഇതിനെല്ലാം നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യണം, റിട്ടാർഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതിന് കാപ്പബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മൾ ഫുഡിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഭയങ്കരമായിട്ടൊരു മിസ് ജഡ്ജ്മെൻറ്റ് നടക്കുന്ന ഒരു കാര്യമാണ്. ഫുഡിനകത്തേക്ക് ഒരുപാട് കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് ഇതിനെല്ലാം പറയുന്നത് പ്രിസർവേറ്റീവ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനകത്തുള്ള കുറച്ച് റിയാക്ഷൻസ്, കുറച്ച് പ്രോസസ്സുകളുണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസസ് ആണ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നത് നമ്മുടെ PFA, ആ PFAയുടെ ആക്ടിൽ ഞാൻ അവിടെ ഒരു ഇയർ കൊടുത്തിട്ടുണ്ട് 1954. അതേപോലെ FSSA ആക്ട് എന്ന് പറയുന്നത് 2006 ഈ 2 വർഷങ്ങളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആകാം? ദേ മേ ബി ആന്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ്സ് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗൈ, ഓർ ആന്റി ഓക്സിഡൻസ് സച്ച് ആസ് ഓക്സിജൻ അബ്സോർബേഴ്സ് വിച്ച് ഇൻഹിബിറ്റ് ദ ഓക്സിഡേഷൻ ഓഫ് ദ ഫുഡ് കോൺസ്റ്റിറ്റ്വൻസ്. ഇതാണ് നമ്മുടെ പ്രിസർവേറ്റീവ്സിനകത്ത് വരുന്ന 2 കാറ്റഗറി എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ആന്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ്സും അതേപോലെ തന്നെ നമ്മുടെ ആന്റി ഓക്സിഡൻസും. ഇവർ 2 പേരുമാണ് ശരിക്കും ഒരു ഫുഡിനെ എളുപ്പം എങ്ങനെ സ്പോയിലേജ് ആക്കാം, അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്ക് കൊണ്ട്, അതേപോലെ തന്നെ നേച്ചർ അതായത് ഇരുന്നുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിനകത്ത് ഓക്സിജന്റെ റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ് റാൻസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, അറിയാലോ റാൻസിറ്റി എന്ന് പറഞ്ഞാൽ എണ്ണ കാറിക്കൽ നമ്മൾ പറയും, അതുപോലെയുള്ള റിയാക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. സോ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫുഡ് പ്രിസർവേഷന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഫുഡ് പ്രോസസ്സിംഗ് പോലെ തന്നെ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ എന്താണ് ഒന്നാമത്തെ വരുന്നത്? ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫുഡ് പ്രിസർവേഷൻ്റെ മാത്രമല്ല ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെയും ഒരു എയിമായിട്ട്, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത് ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി. അതേപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മൾക്ക് ഫുഡിൻ്റെ വേസ്റ്റേജ് റിഡക്ഷൻ ഒക്കെ ചെയ്ത് ഇക്കണോമിക്കലി നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകാം. അടുത്തതാണ് എൻഹാൻസിങ് ഫുഡ് വെറൈറ്റി. പല ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഫുഡിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക, പ്രൊഡക്ഷൻ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമുക്ക് എന്തൊക്കെ റിസോഴ്സ് ആണോ, എന്തൊക്കെയാണോ നമുക്ക് കിട്ടുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അത് ഫുഡ് പ്രിസർവേഷൻ ഒരു സ്കോപ്പാണ്. അതേപോലെ ക്രൈസിസ് ആൻഡ് എമർജൻസി സപ്ലൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫുഡ് പ്രിസർവേഷൻ്റെ സ്കോപ്പായിട്ട് വരുന്നത്. നമുക്കറിയാം ഫുഡ് സെക്യൂരിറ്റി, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഫുഡ് വെറൈറ്റി എൻഹാൻസ് ചെയ്യണം, ഇതിന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, സസ്റ്റൈനബിലിറ്റി ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ചീത്തയായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സോ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അത് ഭയങ്കര മാൻഡേറ്ററി ആയിട്ട് നമുക്ക് കീപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഫുഡ് പ്രോസസ്സിംഗ്, അല്ലെങ്കിൽ എന്താണ് ഫുഡ് പ്രിസർവേഷൻ,
ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഫുഡ് പ്രിസർവേഷൻ്റെ സ്കോപ്പ്, അതേപോലെ എന്താണ് ഫുഡ് പ്രിസർവേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ടെക്നോളജീസ് എന്താണ്, ഏതൊക്കെയാണ് പ്രോസസ്സിങ്ങിൻ്റെ ടൈപ്സ് എന്നുള്ളത്, അതേപോലെ എന്താണ് ഫുഡ് പ്രോസസ്സിങ്, ഇത്രയും വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ സംശയമുള്ള എല്ലാ സ്റ്റുഡൻസിനും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ശരിക്കും നമ്മുടെ കോഴ്സിൽ വരുന്നത്. ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിലിംഗ് ആയി ഇതിനകത്ത് വരുന്ന എക്യുപ്മെൻറ്റ്സും ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ടെക്നോളജീസും എല്ലാം കൂടെ പഠിക്കലാണ് നമ്മുടെ ഈ ഒരു ഫുഡ് ടെക്നോളജിയുടെ ഈ ഒരു കോഴ്സ്, അല്ലെങ്കിൽ ഇതിനെയുള്ള നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസിന് കാത്തിരിക്കുന്ന ഒരു സുവർണ അവസരം, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരാൻ പോകുന്ന 2 എക്സാമിനേഷൻ എന്നുള്ളത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കേരള PSCയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ എന്തായാലും വരും. ബിക്കോസ് 2021 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴായിരുന്നു നമ്മുടെ ലാസ്റ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു ഒരു സെൽഫ് പേസിലൂടെ മാത്രം പോകേണ്ടതല്ല, ഇതിൻ്റെ കൂടെ ഒരു കോച്ചിങ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏർണസ്റ്റ് അക്കാഡമി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതേപോലെ തന്നെ CFSOൻ്റെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള എന്ത് ക്വയറീസ് ആണെങ്കിലും താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമ്മുടെ അക്കാഡമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ എക്സാം ടൈം വരെ നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെൻറ്റേഴ്സ്, അതേപോലെ ഒരു ഫാക്കൽറ്റി ക്രൂ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അതേപോലെ നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വയ വാട്സപ്പ് ആണെങ്കിലും കോളിലൂടെ ആണെങ്കിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കംപ്ലീറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള ഒരു സെഷനുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇനി കൂടുതൽ ഇതിനകത്തുള്ള ഇൻഫോർമേഷൻസ്, കൂടുതൽ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് യൂട്യൂബിൽ നമ്മുടെ ചാനലുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.